ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേസരി എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു കേസരി തയ്യാറാക്കി എടുക്കാൻ പറ്റുണ്ടോ. അതുപോലെ ഇതിനു മുമ്പ് തന്നെ ഞാൻ സാധാരണ റവ കേസരിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേസരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ഉരുകി വരണ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്നറ്റും അതുപോലെ കിസ്മിസും ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു 10-12 കാഷ്നറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് എന്താ പറയുക ബ്രൗൺ ഷെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ കാഷ്നറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കാഷ്നറ്റും കിസ്മിസിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കിസ്മിസ് ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ കേസരി എന്നൊക്കെ പറയുമ്പോൾ നല്ല ഫ്ലേവറോട് കൂടിയ ഒരു കേസരിയുടെ റെസിപ്പി തന്നെയാണ്. ഇതിപ്പോൾ മുഴുവനായിട്ട് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി സെയിം നെയ്യിൽ തന്നെയാണ് നമ്മൾ റവ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കേസരി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം അളവിൽ നെയ്യ് ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെയായിരിക്കും ടേസ്റ്റി ആയിട്ട് വരിക. അപ്പോൾ ഞാൻ ഈ നെയ്യിലേക്ക് 1 കപ്പ് അളവിൽ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കണം റവ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. വറുത്ത റവയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കേണ്ടി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നമ്മൾ റവയൊന്ന് വറുത്തെടുക്കണം. പക്ഷേ റവയുടെ കളറ് മാറിപ്പോകാൻ പാടില്ല. ആ ഒരു രീതിയിലായിരിക്കണം വറുത്തെടുക്കേണ്ടത്. കറക്റ്റായിട്ട് റവ വറുത്തെടുത്ത് കഴിഞ്ഞാൽ തന്നെയാണ് കേസരി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ റവ വറുത്തെടുത്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു മണം വരുമല്ലോ, അതുവരെ തന്നെ വറുത്തെടുക്കുക. ഇപ്പോൾ ഇത് മതി, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. ഇപ്പോൾ ഈ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സെയിം പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂണോളം അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് അളവിൽ വേണ്ട, നമുക്ക് പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ പൈനാപ്പിൾ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിളാണ്, നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള പൈനാപ്പിൾ തന്നെ എടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിട്ട് തന്നെ വരിക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് സമയത്തോളം ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. പൈനാപ്പിളിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം, ആ ഒരു രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ അതിനുശേഷമാണ് നമ്മളിതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ട് ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ പൈനാപ്പിളിന് വേണ്ടിയിട്ടുള്ള അളവിലുള്ള പഞ്ചസാര മാത്രം മതി കേട്ടോ ഈ ഒരു സമയത്ത്. പിന്നീട് കേസരിക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മൾ പിന്നീട് തന്നെയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഈ പൈനാപ്പിളിൽ പഞ്ചസാരയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ തന്നെയായിരിക്കും കേസരി അടിപൊളിയായിട്ട് തന്നെ വരിക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കേസരിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഒരു സമയത്ത് നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് റവ എടുത്തപ്പോൾ 1.5 കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കണത് കേട്ടോ. അതിനുശേഷം ഈ പൈനാപ്പിൾ നല്ലപോലെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോഴേക്കും പൈനാപ്പിൾ കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ. പൈനാപ്പിൾ കുക്കായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പൈനാപ്പിൾ കേസരി ഒന്നും നന്നായിട്ട് തന്നെ വരില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, പൈനാപ്പിൾ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. ഇതിലിപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്, അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും. വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ തന്നെയായിരിക്കും കേസരി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് വറുത്തെടുത്ത റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ആക്കി കൊടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ റവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് എന്താ പറയുക ഡ്രൈ ആയിട്ട് തന്നെ മാറും. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും വരാത്ത രീതിയിലായിരിക്കണം നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. കട്ടകൾ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പൈനാപ്പിളും റവയും എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വന്നോട്ടെ കേട്ടോ. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുമ്പോഴും ഇതിൽ ആവശ്യത്തിന് ഇതുപോലെ വെള്ളം വേണം. അപ്പോൾ തന്നെയായിരിക്കും കറക്റ്റായിട്ട് കുക്കായിട്ട് വരിക. ഇനി ഞാൻ ഇതിലേക്ക് സാഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂവ് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഒരു 2 നുള്ള അളവിൽ കുങ്കുമപ്പൂവൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ തന്നെയായിരിക്കും കറക്റ്റായിട്ട് വരിക. കുങ്കുമപ്പൂ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, അതുപോലെ ചെറിയൊരു കളറും കിട്ടും. പക്ഷേ ഒരുപാട് കളറൊന്നും കിട്ടില്ല കുങ്കുമപ്പൂ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം, പെർമിറ്റഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ആകുമ്പോൾ പിന്നെ ഹെൽത്തി തന്നെയാണല്ലോ, എല്ലാവർക്കും ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർമിറ്റഡ് ഫുഡ് കളർ, അല്ലെങ്കിൽ കളർ ഇപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഒക്കെ സെയിം തന്നെയായിരിക്കും. കാണുന്നതിലുള്ള ഒരു ലുക്കിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇനി മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൈനാപ്പിൾ കുക്ക് ചെയ്തെടുക്കണ ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണൊക്കെ തിളച്ച് വരുമ്പോൾ പെട്ടെന്ന് തന്നെ മാറി കിട്ടിക്കോളും. പക്ഷേ മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടിപ്പോരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്ത് വരും. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് ഉള്ളൊരു അളവിൽ തന്നെയായിരിക്കും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ റവയൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. അതുപോലെ സാഫ്രോൺ അല്ലെങ്കിൽ കേസരി ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി അതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെയും മധുരത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്ന അളവ് ഞാൻ പറയാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് ലൂസായിട്ട് തന്നെ മാറും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മധുരം പോരാന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു അളവിൽ പഞ്ചസാര നിങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കും കേസരിക്ക്. പിന്നെ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് ലൂസായിട്ട് തന്നെ മാറും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാമെന്ന്. അപ്പോൾ യെല്ലോ ഫുഡ് കളറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ഫുഡ് കളറാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. സാധാരണ ഈ ഒരു 2 കളറിലാണ് കേസരി കാണാറ്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക്. അപ്പോൾ കേസരിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അത്യാവശ്യം അളവിൽ നെയ്യ് ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെ ആയിരിക്കും ആ ഒരു ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഈ ഒരു കേസരി മാറാം. ഇപ്പോൾ കണ്ടില്ല, ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ എത്തും. നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നല്ലപോലെ ഒന്ന് വിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യുടെ അളവ് എന്ന് പറയുന്നത് 1/4 കപ്പ് അളവിൽ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ നിറച്ചാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും നെയ്യ് നന്നായിട്ട് തന്നെ എത്തണം. പിന്നെ ഈ ഒരു കേസരിയിലേക്ക് നിങ്ങൾ പൈനാപ്പിൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അളവിൽ ചേർക്കണ്ട. ഒരുപാട് അളവായി കഴിഞ്ഞാലും എന്താ പറയുക, ഒരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും. അപ്പോൾ നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ പൈനാപ്പിൾ എസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു കേസരിക്ക്. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നോളും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലും കൂടിയും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് ഉരുകി വന്നോട്ടെ, ഇതായിട്ട് യോജിച്ച് വരണം. അപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം ആ ഒരു സമയത്ത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 3-4 മിനിറ്റോളം സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേസരി മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് തുറന്ന് നോക്കാട്ടെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ടിത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇരിക്കുന്നുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏലക്കാപ്പൊടിയുടെ അളവും കൂടി പോയരുത്. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ അളവിലാണ് ഏലക്കായ പഞ്ചസാരയും കൂടി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസുമാണ്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേസരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ആവശ്യത്തിന് നെയ്യുണ്ട്. പക്ഷേ എന്നാലും കേസരി ആയതുകൊണ്ട് തന്നെ അവസാനം കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരും ഇതിന്. പിന്നെ കേസരിയുടെയൊക്കെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഓരോ റവയും നമുക്ക് കാണാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കണ്ടില്ലേ, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ പൈനാപ്പിൾ കേസരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അൺമോൾഡ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാം. റെസ്റ്റോറൻറ്റ്സിലൊക്കെ സാധാരണ ആ ഒരു രീതിയിലായിരിക്കുമല്ലോ നമുക്ക് കിട്ടാം.
ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അൺമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് നെയ്യൊന്ന് തടവി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ പൈനാപ്പിൾ റവ കേസരി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേസരി കറക്റ്റായിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെ. അപ്പോൾ ശരവണ ഭവൻ, അതുപോലെ അടയാറാനന്ദ ഭവൻ, അങ്ങനത്തെ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ നമ്മൾ കേസരി ഓർഡർ ചെയ്യണ സമയത്ത് കണ്ടിട്ടില്ലേ, ഇതിൻ്റെ മുകൾ ഭാഗത്ത് നെയ്യൊക്കെ നല്ലപോലെ തെളിഞ്ഞ് നിൽക്കണ കാണാം. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഈ ഒരു പാത്രത്തിൽ നിറച്ചതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അൺമോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇപ്പോൾ ഇത് ഞാൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ റവ കേസരി അല്ലെങ്കിൽ പൈനാപ്പിൾ കേസരി എന്നൊക്കെ പറയുമ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവരൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ തണുത്ത് കഴിഞ്ഞാലും ഈ ഒരു ടെക്സ്ചറോട് കൂടി തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചറിൽ തന്നെ വന്നോളൂ കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പറഞ്ഞ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.